ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 31. ശാസ്ത്രം ജയിച്ചു, പ്രേതം തോറ്റു. ആ വീട്ടിലൊരു പെൺകൊച്ച് ആത്മഹത്യ ചെയ്തത് 4 കൊല്ലം മുമ്പ്. ആ വീടിന്റെ അന്നത്തെ ഉടമസ്ഥന്റെ മോള് 3 കൊല്ലമായിട്ട് സാർ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇതുവരെ ഒരു പ്രേതം ഉപദ്രവിച്ചില്ലല്ലോ. അത് എന്റെ ഭാഗ്യം. അടുക്കളയിൽ എന്തിട്ട് സൂക്കാനാണിപ്പോ? ഉത്തമം പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് കരുതുക. അപ്പോഴുണ്ടല്ലോ പ്രശ്നം. നമ്മുടെ അടുക്കളയിൽ താപ്പങ്ങനെ തനി ഓണായി, നമ്മുടെ ബെഡ്റൂമിലെ ഫാൻ അങ്ങനെ തനിയെ കറങ്ങി. എന്തായാലും ഒരു കാര്യം, ഒരുപാട് നാള് ഇവിടെ ഇനി താമസിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. സാറെന്ത് പറയുന്നു? ശരി. എന്ത് സാറേ? എന്തുവാ? എന്തുവാ സാറേ ഇത്? സാറെന്താ ആംഗ്യ ഭാഷയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്? അല്ല സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാറേ എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഉത്തമൻ. എന്താ സാർ ഇത്? എന്താ വക്കീലേ? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്നലെ പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞ് ബോധം കെട്ട് കഴിഞ്ഞ് ഞാൻ ആ കിടക്കി കൊണ്ടുപോയി കിടത്തി. ആള് നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു. രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ ഇതാണ് അവസ്ഥ. വായ തുറന്നാൽ കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാ എഴുതി കാണിക്കുക. എന്നിട്ട് സാറിന് ആശുപത്രി കൊണ്ടുപോയില്ലേ വക്കീലേ? പറയാവുന്നിടത്തോളം ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ കേക്കണ്ടേ? സാറിന് ഇപ്പൊ പോകേണ്ടത് ഡോക്ടറുടെ അടുത്തല്ല. പിന്നെ എനിക്ക് മനസ്സിലായില്ല. എന്റെ സാർ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു കൊടുക്കാം. സാറിന് ഏതോ മന്ത്രവാദിയെ കാണണമെന്ന്, എന്നിട്ട് രക്ഷ എഴുതി കെട്ടണമെന്ന്. ഏത് മന്ത്രവാദിയുടെ അടുത്ത്? എന്റെ എനിക്കിപ്പോ പിടികിട്ടി. വക്കീല് പറ ആരാണ്? കാന്തല്ലൂർ സുരേന്ദ്ര പണിക്കർ. അതാണ്. ഒട്ടരുന്നല്ല സാറിന്റെ ഐഡിയ ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയായിരുന്നു. നല്ല ഐഡിയ. പണിക്കർ ആരാ മോൻ? വക്കീലിനറിയാവോ? ഉത്തമ, അസുഖം വന്നാ പോവേണ്ടത് മന്ത്രവാദിയുടെ അടുത്തേക്കല്ല, ഡോക്ടറുടെ അടുത്തേക്കാണ്. അങ്ങനെ പറയരുത് വക്കീലെ. ഈ സുരേന്ദ്ര പണിക്കർ എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാല് ഒരു സാധാരണ മന്ത്രവാദിയൊന്നുമല്ല. ചുട്ട ചിക്കൻ ഫ്രൈ അല്ല, ചുട്ട കോഴിയെ പറപ്പിക്കുന്ന വേന്ദ്രനാണ് അയാള്. പുള്ളിയെ കണ്ട് പ്രശ്നം വെക്കുന്നതിന് വേണ്ടി വിദേശത്ത് നിന്ന് വരെ ആളുകൾ വരാറുണ്ട്. അല്ലേ? ഒരു സഹായത്തിനാണ് ഞാൻ ഉത്തമനെ വിളിച്ചത്. ഇപ്പൊ എന്നിട്ട് ഉത്തമൻ സാറിനോട് കൂടിയോ? അതല്ല വക്കീലെ, എന്തായാലും മോഹനന്റെ സാറിന്റെ അന്ത്യാഭിലാഷമാണല്ലോ ഇത്. അല്ല, ഒരാഗ്രഹമാണല്ലോ ഇത്. നമുക്ക് ആ വഴിയൊന്ന് നോക്കിയാലോ? മോഹനൻ സാർ റെഡിയാവ്. അതാണ്. ചെവി കേക്കാം, പയ്യെ പറഞ്ഞാൽ മതി. എന്നോട് കുറച്ചു നേരമായിട്ട് ഇത് പറയുന്നുണ്ട്. മോഹനൻ സാറേ വേഗം റെഡിയാവ്. ഇന്ന് സുരേന്ദ്ര പണിക്കരെ കണ്ടിട്ട് തന്നെ കാര്യം. സാറേ പാക്കർ, സാറേ ഇന്ന് മുണ്ടാട്ടം മുട്ടിയ സ്ഥിതിക്ക് സ്കൂട്ടറിൽ പോകുന്നതല്ലേ ബുദ്ധി? പറ്റില്ലെന്നാ മിണ്ടാൻ വയ്യെങ്കില് കാർബൺ മോണോക്സൈഡിൽ നിന്നുള്ള പിടി വിടരുത് കേട്ടാ. എന്നാലും സാറ് വക്കീലിന്റെ സാരി കണ്ട് ബോധം കിട്ടുന്ന നാട്ടുകാർ പറഞ്ഞാലത്തെ അവസ്ഥ എന്തുവാ? എങ്ങനെയാ സംഭവിച്ചേ? ഇത് അങ്ങേർക്ക് പ്രാന്തായ സാർ കഥകളി പഠിക്കാണോ? അടുത്ത ആഴ്ച വില്ലേജ് ഓഫീസില് സാർ അവതരിപ്പിക്കുന്ന കഥകളി മത്സരമുണ്ട്. കല്യാണ സൗഗന്ധികം മോഹനേരി സാറിന്റെ വകയാ. നന്നായിരിക്കും. അപ്പൊ സാറിന് ഹനുമാന്റെ വേഷമായിരിക്കും അല്ലേ? ഹനുമാനെ ഈ ഓണ ഹനുമാനെ ഇടയിൽ കാണിക്കുന്ന പരാക്രമം അവന്റെ കയ്യിൽ നിന്ന് ഇയാൾ വാങ്ങിക്കല്ലോ. എന്നിട്ട് വാ സാറേ, അവനെ അങ്ങ് വിടും. അവന്റെ തന്തയ്ക്ക് വിളിച്ചാണ്. പക്ഷെ അവന് മാത്രം മനസ്സിലായില്ല. നമുക്ക് നടന്നാലോ? നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ്. അവനെയാ ഉദ്ദേശിച്ചത് മർക്കടാന്ന്. നമുക്ക് നടക്കാം. വാ. ദുർഘട സ്ഥാനത്ത് വന്നു ശയിക്കാൻ നിനക്കടാ തോന്നുവാൻ എന്റെ രാജനദി. സാറേ
ഇതാണ് സുരേന്ദ്ര പണിക്കരുടെ വീട്. ആദ്യം ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഒരു കാര്യം ചെയ്യും സാറ് ഈ പോസ്റ്റിലോട്ട് ചാരി നിന്നോ. കൂടെ വരാന്നു അങ്ങനെയൊന്നും വരാൻ പറ്റൂല. എന്റെ മോനറ്റ് സാറേ ഈ സുരേന്ദ്ര പണിക്കരെന്ന് വെച്ചാൽ ആരാണെന്നാ കരുതിയേ? കയറി ചെല്ലുന്ന പാടെ പണിക്കരെ രക്ഷിക്കണമെന്ന് പറഞ്ഞോണ്ട് കാലിൽ വീഴണമെന്നാണ് വ്യവസ്ഥ. പണിക്കരെ രക്ഷിക്കണമെന്ന് ഇപ്പൊ പറയാൻ പറ്റുമോ? കണ്ട കാറ്റല്ലേ വരും. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പോയി കാര്യങ്ങൾ പറഞ്ഞിട്ട് വരാം. സാർ അവിടെ നിന്നോ. അത് കഴിഞ്ഞിട്ട് സാറിനെ കൊണ്ടുപോകാം. സാർ അവിടെ നിന്നോ. ശരി, ഓക്കെ. അവിടെ തന്നെ നിൽക്കണേ. എന്താ ഉത്തമ? അതെ, ആളിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം ഇന്നലെ രാത്രി സ്വന്തം ഭാര്യയുടെ സ്വന്തം വെള്ള സാരി അയ്യയിൽ വിരിച്ചിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായി. ബോധക്കേടാ. ബോധം തിരിച്ചു കിട്ടിയെങ്കിലും ആളിനിപ്പം മിണ്ടാൻ പറ്റുന്നില്ല. അതിനൊരു പ്രശ്നമില്ല ഉത്തമ. പെട്ടെന്ന് പേടിച്ചുകൊണ്ടുണ്ടായതാ. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. അതെനിക്കറിയാം. എന്റെ മൂത്ത പെങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് പണ്ട് ഇങ്ങനെ ഒരു പറ്റിയതാ. അമ്മായിയമ്മയെ കൊണ്ട് സഹിക്കാൻ പറ്റാതായപ്പോ എന്റെ പെങ്ങള് അമ്പലത്തിലെ ഉത്സവത്തിന് വാങ്ങിച്ച പ്രേതത്തിന്റെ ഒരു മുഖംമൂടിയും വച്ച് ഒരു ദിവസം രാത്രി കളവിയുടെ മുറിയിലോട്ട് കയറി ചെന്ന് ഒരൊറ്റ നോട്ടമേ കളവി നോക്കിയുള്ളൂ. ബോധം കെട്ട് ദാ കിടക്കുന്ന വെട്ടിയിട്ട വാഴത്തട പോലെ ആള് പറയില്ല. പിന്നെ ബോധം തെളിഞ്ഞപ്പോഴാണ് അറിയുന്നത് തള്ളയ്ക്ക് മിണ്ടാൻ പറ്റുന്നില്ലെന്ന്. ആശുപത്രി കൊണ്ടുവന്ന അളിയൻ പറഞ്ഞപ്പോ പെങ്ങള് സംഭവിച്ചില്ല. ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പേടിപ്പിച്ചത് പെങ്ങളാണെന്ന് പുറത്തറിയുമെന്ന് പെങ്ങൾക്കൊരു പേടി. എന്തായാലും ഉച്ച കഴിഞ്ഞ് ഒരു 3-3:30 കിളവിക്ക് ശബ്ദം തിരിച്ചു കിട്ടി. പിന്നെന്താ പ്രശ്നം? ഇപ്പോഴും തന്നെ നടക്കൂലേ? നടക്കും. പക്ഷെ അതുകൊണ്ട് എനിക്കോ പണിക്കെടുക്കോ വല്ല ഗുണമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഗുണമുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധി അതിൽ പ്രയോഗിക്കണം. എന്തു ബുദ്ധി? ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട് പണിക്കെടുക്ക് മനസ്സിലായില്ലല്ലേ? ചുമ്മാതല്ല ഇപ്പോഴും ഇങ്ങനെ നെറ്റിയിലും നെഞ്ചിലും കുറിയും വരച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കപ്പെട്ടാൻ പോലെ ഇരിക്കുന്നത്. എന്റെ പണിക്കരെ ഒരു തകിട് ജപിച്ചങ്ങ് കൊടുക്കണം. അതിന് ഫീസായിട്ട് 500 രൂപ വാങ്ങണം. 500 രൂപ? എന്ത് തകിട് ജപിക്കാൻ ഞാൻ 100 രൂപയെ വാങ്ങിക്കാറുള്ളൂ. അതെനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോഴും പണിക്കർക്ക് 100 രൂപയേ ഉള്ളൂ. ബാക്കി 400 രൂപ എനിക്ക്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായല്ലോ? മോഹനകൃഷ്ണ സാർ ആള് പഴഞ്ചനും അന്ധവിശ്വാസമൊക്കെ ആണെങ്കിലും നല്ല ബുദ്ധിയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ പണിക്കരുടെ ഇടപാട് തീരും. സാറേ, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് വെറുതെ നിന്നാ മതി. വെറുതെ ഓരോ ഗോഷ്ടി കാണിച്ച് അങ്ങനെ പിണക്കരുത്. പിന്നെ ഒരു തകിട് ഏലസ് പൂജിച്ചങ്ങ് തരും. അത് വലത് കൈകൊണ്ട് വാങ്ങി പ്രതിഫലമായി ഒരു 500 രൂപ അങ്ങ് കൊടുക്കണം. പറ്റൂലേ? ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് 500-ൽ നിന്നത്. സാർ ഒറ്റയ്ക്ക് വന്നെങ്കിൽ മിനിമം 2000 രൂപ പോയനെ. എന്റെ സാറെ മിണ്ടാട്ടം മുട്ടിപ്പോയ കേസാണിത്. നാളെ തൊട്ട് വീട്ടിൽ വക്കീലിനെയും റോഡിലിറങ്ങിയ നാട്ടുകാരെയും ആഫീസിലുള്ള അവരെയൊക്കെ മര്യാദ പഠിപ്പിക്കണ്ടേ? അതിന് നാക്ക് പോകണ്ടേ? അതിന് 500 രൂപ മുടക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആശുപത്രി പോവാം. അപ്പൊ 500 എന്നുള്ളത് 5000 രൂപയാവും. അത്രേ ഉള്ളൂ. പോവാ. 500 മുടക്കാമോ? എന്നാ വാ 500 രൂപ. ഓക്കെ, അത് ഫിക്സ് ആണ്.